കൊടിസുനിക്ക് മദ്യപിക്കാൻ പോലീസ് സുരക്ഷയൊരുക്കിയതിലെ നാണക്കേടിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിന്റെ മുഖം രക്ഷിക്കൽ നീക്കം. കേസെടുക്കാൻ നിയമോപദേശം തേടി. സുനിക്ക് വിലങ്ങ് നിർബന്ധമാക്കും. കോടതി പരിസരത്ത് കൊടിസുനി മുമ്പും മദ്യപിച്ചെന്നാണ് കണ്ടെത്തൽ. ഗുരുതരമായ കൃത്യവിലോപമെന്നാണ് കെ രമ MLA പ്രതികരിച്ചത്. ആ പ്രതികരണത്തിലേക്ക്. വളരെ ഗുരുതരം കൃത്യവിലോപങ്ങളാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ജയിലിലെ ശിക്ഷിക്കപ്പെട്ട പ്രതികള് പുറത്തു കൊണ്ടുപോകുമ്പോൾ പോലീസ് പുറത്തു കൊണ്ടുപോകണം. അവർ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കേസിൽ ഇത്ര വളരെ കൃത്യമായി വന്നിട്ടും ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നാം കാണേണ്ടത്. ഇക്കാര്യത്തിൽ അടിയന്തരമായി FIR ഇടുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവുകയും വേണം എന്നുള്ളതാണ്. പക്ഷെ അതിനെ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. വീണ്ടും ഇത് തുടരും എന്ന് നമുക്കറിയാം. കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടിയുണ്ടാകുമെന്ന് CPIM നേതാവും ജയിൽ ഉപദേശക സമിതി അംഗവുമായ P ജയരാജൻ പറഞ്ഞു. അതിനിടെ TP ചന്ദ്രശേഖരൻ വധക്കേസ് മുഖ്യമന്ത്രി TK രജീഷിന് 15 ദിവസത്തേക്ക് പരോളും അനുവദിച്ചു. അരുൺ പൂപ്പറമ്പ കണ്ണൂർ ചെയ്യുന്നു. അരുൺ, ഇത് ആദ്യത്തെ VIP ട്രീറ്റ്മെന്റ് അല്ല കൊടിസുനിക്കും മറ്റു പ്രതികൾക്കും. എന്താണ് വിവരങ്ങൾ? സുഹേൽ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ആദ്യമായിട്ടല്ല ഈ ജയിലിനകത്തും പുറത്തും ഇത്തരത്തിലുള്ള സുഖവാസങ്ങളും സുഖ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നത്. നിരവധി പരാതികളും ആരോപണങ്ങളും ഇതിനു മുമ്പ് പുറത്തു വരികയും അതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. മുമ്പ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതും അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നതും അറിയാം. ഈ പരോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കണക്കുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. അതിലും ഈ ചട്ടങ്ങൾ ലംഘിച്ച് ഈ പ്രതികൾക്ക് പരോൾ നൽകിയെന്ന ആരോപണവും അത്തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നതാണ്. ഒടുവിൽ ഇപ്പോൾ കോടതി പരിസരത്ത് വെച്ച് മറ്റൊരു കേസിൽ വിചാരണക്കായി എത്തിച്ചപ്പോൾ കോടതി പരിസരത്ത് വെച്ച് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതിൽ പോലീസ് ഈ എസ്കോർട്ടിന് അയച്ച 3 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് വകുപ്പ് തല അന്വേഷണം നടത്തി നടപടിയെടുത്തത്. പക്ഷേ ആ നടപടിയിൽ മാത്രം ഒതുങ്ങേണ്ടതാണോ എന്ന ചോദ്യമാണ് പ്രസക്തമായി ഉയർന്നു വരുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇത്രയും തുടരുന്ന VIP ട്രീറ്റ്മെന്റിൽ ഒടുക്കം ഒരു കടുത്ത നടപടി എത്ര കാലം ഉണ്ടാകുമെന്ന് കണ്ടറിയാം.